എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു റെഡിമെയ്ഡ് മോഡൽ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് വന്നിട്ട് അജ്രക്കിൻ്റെ തുണിയാണ്. ഇത് പ്യുവർ കോട്ടൺ അല്ല, മിക്സഡ് കോട്ടൺ ആണ്. ഇത് വന്നിട്ട് ബിറ്റിന് 140 രൂപയാണ് വരുന്നത്, ഏകദേശം 2.5 മീറ്റർ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റെഡിമെയ്ഡ് കുർത്തിയെല്ലാം തയ്ച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒന്നുകൂടെ മടക്കുക. ഇത് വന്നിട്ടൊരു 42 ചെസ്റ്റുള്ള ആളുടെ കുർത്തിയാണ്. അപ്പോൾ നമുക്കിത് ബോട്ടം വേണ്ടത് 25 ഇഞ്ചാണ്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമുക്കിത് മടക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തുനിന്ന് അതിൻ്റെ കൈ എടുക്കാം. അപ്പോൾ 25 ആകുമ്പോൾ 12 1 13 ഇഞ്ചിൽ ഇത് മടക്കിയെടുക്കാം. ഇതേപോലെ 13 ഇഞ്ചിൽ മടക്കിയെടുക്കുക. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പിടുക. ഇറക്കം ഇതിൻ്റെ മാക്സിമം എടുക്കാം. ഇതൊരു 45 ഇഞ്ച് ഇറക്കം കിട്ടും. ഇതിൻ്റെ ഷോൾഡർ വന്നിട്ട് 7 ഇഞ്ചാണ് ഇടുന്നത്. ഇങ്ങോട്ടൊരു 7 ഇഞ്ച്. അത് ആം ഹോൾ ഡെപ്ത് 7 ഇഞ്ച് കൊടുക്കുക. ചെസ്റ്റ് വന്നിട്ട് 42 ആണ്. അതുകൊണ്ട് 4 ഇഞ്ച് ചേർക്കുക. അപ്പോൾ 46. അതിൻ്റെ 4 ഭാഗം 11.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്കൊരു 1.25 ഇഞ്ച് തയ്യത്തുമ്പ് ഇടുന്നുണ്ട്. നമുക്ക് റെഡിമെയ്ഡ് ആകുമ്പോൾ ഒരു 1/2 ഇഞ്ചൊക്കെ തയ്യത്തുമ്പ് മതിയാവും. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് എടുത്തിട്ട് ആം ഹോൾ വരയ്ക്കാം. നെക്കിൻ്റെ വീതി ഫ്രണ്ട് നെക്ക് ഒരു 3.25 ഇഞ്ച് വീതി എടുക്കാം. ഇറക്കം നമുക്ക് തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് 5.25 6 ഇഞ്ചാണ് നമുക്ക് ആകെ വേണ്ടത്. നെക്ക് ഇതേപോലെ റൗണ്ടാണ്. ഇതിൻ്റെ 14 ഇഞ്ചിൽ ഷേപ്പ് വരയ്ക്കാം. 21 ഇഞ്ചിൽ ഹിപ്പ് കൊടുക്കാം. ഹിപ്പ് വേണ്ടത് 11.25 ഇഞ്ച്. ഇവിടെ നമുക്ക് 1 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കാം. 25 വേസ്റ്റ് വരുന്നത്. അതിൻ്റെ പകുതി 17.5. 17.5 2 19. 2 ഇഞ്ച് ലൂസ് കൊടുക്കാം. 9.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 1 ഇഞ്ച് തയ്യത്തുമ്പ് ഇടാം. ബോട്ടം വന്നിട്ട് നമ്മൾ 25 ഇട്ടിരിക്കുന്നത്. ഈ ലൂസ് ഇങ്ങനെ കൊടുത്താൽ മതി. ആം ഹോൾ നമുക്ക് 9 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് ഒരു 1/2 ഇഞ്ച് കുറയ്ക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ഇങ്ങോട്ട് 3.25 തന്നെ കൊടുക്കുക. ഇങ്ങോട്ട് നമ്മൾ ആകെ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ഇനി അതേപോലെ ഫ്രണ്ട് നെക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അടിച്ച് വരുമ്പോൾ 7 ഇഞ്ച് നമുക്ക് ഇതിൻ്റെ വീതി കിട്ടും. ഇറക്കം വന്നിട്ട് 6 ഇഞ്ചാണ് കിട്ടുക.
അപ്പോൾ ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിവിടെ വീതിയുള്ള ഭാഗത്ത് നിന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ കരഭാഗം ആയതുകൊണ്ട് നമുക്ക് അരഞ്ച് മടക്കിയടിക്കാൻ മതി. കയ്യിറക്കം വന്നിട്ട് 15 വയ്ക്കാം. അരഞ്ച് തയ്യത്തുമ്പ്. ഇങ്ങോട്ടൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമുക്ക് ആം ഹോൾ വേണ്ടത് 9 ഇഞ്ചാണ്. ഒരു 4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. 8.75 മാർക്ക് ചെയ്താൽ മതി. ഇത് കട്ട് ചെയ്ത് ഷേപ്പ് കട്ട് ചെയ്യുമ്പോൾ 9 ഇഞ്ച് തന്നെ കിട്ടും. ഇനി ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഷേപ്പ് മാർക്ക് ചെയ്യുക. ഒരു 1/2 ഇഞ്ച് ഫ്രണ്ട് കുഴിച്ച് മാർക്ക് ചെയ്യുക. സ്ലീവിൻ്റെ ഇവിടെ വേണ്ടത് 10.5 ഇഞ്ചാണ്. അപ്പോൾ 5.25 മാർക്ക് ചെയ്യുക. കുഴിച്ച് കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്യാം. അപ്പോൾ അതേപോലെ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക കഴുത്തടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം ഇതിൻ്റെ സ്ലീവ് തയ്ക്കാം. 1/2 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചാൽ മതി. ഇത് കരപ്പീസ് ആയതുകൊണ്ട് ഒറ്റ മടക്കിയാൽ മതി. നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഒരു 1/2 ഇഞ്ച് വീതിയിൽ അറ്റാച്ച് ചെയ്തെടുക്കുക. ഒരു തൈലും കൂടി ഇടാം. ഇനി ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാം. ഇതേപോലെ ഒരു 1.5 ഇഞ്ച് 1.25 ഇഞ്ച് വരെ വീതി എടുക്കാം. ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കുക. ശേഷം ഇവിടെ ഈ എൻഡ് ഒന്ന് മടക്കിയെടുക്കുക ആദ്യം. എന്നിട്ട് ഇതേപോലെ ഒന്നും കൂടെ മടക്കുക രണ്ടായിട്ട്. അതിനുശേഷം ഇവിടെ ഈ ജോയിൻറ്റിന് അല്പം മുകളിൽ നിന്ന് നമുക്കിത് അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് അങ്ങനെ ഇതിന് മേലെ വന്നിട്ട് ഫിനിഷ് ചെയ്താൽ മതി. ഇതേപോലെ ഇതിന് മേലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഫിനിഷ് ചെയ്താൽ മതി. ഇനി ഇവിടെ ഈ നെക്കിൻ്റെ ഈ ബെൻഡുള്ള ഭാഗത്ത് കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വിടുക. അതിനുശേഷം ഇത് തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ എഡ്ജ് കൂടെ ഒരു തൈലിട്ടാൽ മതി. ഇതേപോലെ കഴുത്തടിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് അറ്റാച്ച് ചെയ്യാം. ഒരു തൈലും കൂടി ഇടാം. ഇപ്പോൾ റെഡിമെയ്ഡൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു തൈലേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതേപോലെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് തയ്ക്കാം. അപ്പോൾ സൈഡിൽ നമ്മൾ 1.25 ഇഞ്ച് തയ്യത്തുമ്പിട്ടുണ്ട്. അപ്പോൾ അതേ വീതിക്ക് ഇവിടെ തയ്ക്കുക. സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ 1 ഇഞ്ച് എടുക്കുക. ഇനി അതേപോലെ ഈ സൈഡും അടിക്കാം. ഇനി നമുക്കിതിൻ്റെ ബോട്ടും സ്ലിറ്റുമാണ് തയ്ക്കേണ്ടത്.
അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ചേർത്ത് ഒറ്റ തയ്യലിൽ തന്നെ ഫിനിഷ് ചെയ്യാം. ആദ്യം ഇവിടെ നിന്ന് 1 സെൻറ്റിമീറ്റർ വീതിയിൽ തയ്ച്ചു തുടങ്ങാം. അതുപോലെ ഒരു തയ്യൽ തന്നെ നമുക്കിത് ബോട്ടും സ്ലിറ്റും കൂടെ ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിമെയ്ഡ് കുർത്തി തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.